എൻ്റെ ഈ വർക്കിംഗ് അവേഴ്സ് ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള വീക്കെൻഡ് ഇല്ല. അപ്പം തോന്നുന്ന പോലെയാണ് ഒരു മന്തിൽ എനിക്ക് ലീവ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ നോക്കുമ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോഴല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തു പോയത്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കുള്ള ഫുട്ടേജസ് വെച്ച് നോക്കുമ്പോൾ ചില ദിവസം ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താണ്, ചില ദിവസം ബാക്കി ഉണ്ടാവില്ല. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം തുടങ്ങിയത് എൻ്റെ അപ്പം വെച്ചിട്ടാണ്. അപ്പം കുളമായി. ഓക്കെ, അപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എൻ്റെ അപ്പം കുളമായല്ലോ. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഈ ദിവസമേ കുളമാണോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വീട് നോക്കുന്നത്. കാരണം കിച്ചൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന സീൻ ഇതാണല്ലോ. അപ്പം ഒരിത്തിരി സന്തോഷം തോന്നി. കാരണം എൻ്റെ പ്ലാന്റ്സൊക്കെ, ഞാനൊരു പ്ലാന്റ് മമ്മ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെ നല്ല ഭംഗിയിൽ വളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷം തോന്നി. ഇങ്ങനെ വാക്ക് വേ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് ഇഷ്ടം പോലെ നടക്കാൻ പറ്റും. മൈ ഗോഡ്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വിൻ്റർ ആകാൻ വെയിറ്റ് ചെയ്യാൻ. എനിക്ക് മതിയായി ഈ ചൂട്. അങ്ങനെ ആ ഡേ കഴിഞ്ഞു. ഇതെൻ്റെ വേറൊരു ഓഫ് ഡേയാണ്. അന്ന് ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് പാകിസ്ഥാനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല പൂതി തോന്നി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒരിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം പാകിസ്ഥാനി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും നല്ല അടിപൊളി കീമ പറാട്ടയും മസാല ദോശയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ 3 പേരും നല്ല ലാവിഷായിട്ട് അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇനി നെക്സ്റ്റ് എനിക്കൊരു ക്ലാസ് ഉണ്ട്. എന്ത് ക്ലാസ്സാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കുമല്ലോ, എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്. ഇതെൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതായത് നാളെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോകണം. അപ്പം നാളെ സ്ക്രബ്സൊക്കെ ഇട്ടിട്ടായിരിക്കും എക്സാമിന് വരുന്നത്. യെസ്, അങ്ങനെ ഞാൻ എക്സാമിന് സ്ക്രബ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ആൻഡ് ഗെസ് വാട്ട് ഗൈസ്, ഞാൻ പാസ്സായി. എൻ്റെ ആ പൊട്ടിയ ഇനിഷ്യൽ അസസ്മെൻറ്റ് ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി സക്സസ്ഫുള്ളി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഇവിടെ എത്തി. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഷോർട്സൊക്കെ നിങ്ങൾ കാണാറില്ലേ? എനിക്കെൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ 60s ടച്ച് ചെയ്യണമെന്ന്, 69 ആയാലും മതി. അതുകൊണ്ട് ഇനി 1 മന്തിന് സ്റ്റെപ്സ് തന്നെ എടുക്കാൻ പോകും. വേറെ ഒന്നിനും എനിക്ക് സമയം കിട്ടുന്നില്ല. വീട്ടിൽ പോയാൽ അങ്ങനെ ഇരിക്കുമ്പം ഇത് വേറെ തന്നെ ഒരു ഡേ ആണ്. ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നെ സർപ്രൈസ് ചെയ്തിട്ട് എനിക്കൊരു റോസായിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. താങ്ക് യു. അന്ന് രാത്രി, ഏത് രാത്രി, ഞാൻ എക്സാം പാസ്സായ ദിവസം, ആ രാത്രി നമ്മൾ മൂവിക്ക് പോകുമെന്ന് വിചാരിച്ചു. ഇപ്പം മൂവി പോകുന്നത് ഒരു ഇത്തിരി റെഗുലറായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഞാനൊരു വെറൈറ്റിക്ക് രാത്രി ജിമ്മിൽ പോയി നോക്കി. വേറൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ.